അമിതവണ്ണവും കുടവയറും നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക? ഒരു മാസം കൊണ്ട് 10 കിലോയുടെ മുകളിൽ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതിന് ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം. ഇവരുടെ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തിട്ട് മൈഗ്രെയിനും കുറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അൽഫാം കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടാവും, ഷവായ കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടാവും, മന്തി കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടാവും. ഇതൊന്നും കഴിക്കണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ചിക്കന് ബീഫൊക്കെ നന്നായിട്ട് കഴിക്കണം. കഴിക്കേണ്ടതിന് രൂപങ്ങളുണ്ടോ എന്നേ ഉള്ളൂ. കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമിതവണ്ണത്തെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് അമിതവണ്ണം കുറച്ചെടുക്കാൻ സാധിക്കുക? അതേപോലെ തന്നെ കുടവയറ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുക? ഞാൻ ഈ ഇടയായിട്ട് ഫേസ്ബുക്കിലൊക്കെ നന്നായിട്ട് പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് അമിതവണ്ണം കുറച്ചെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പരസ്യമൊക്കെ. പലപ്പോഴായിട്ട് പല ആളുകളും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇതൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ലേ? ഒരു ദിവസം കൊണ്ട് നമ്മൾ തടി കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തടിക്ക് ബാധിക്കില്ലേ എന്നുള്ളതാണ്. പലപ്പോഴായിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് ഓരോന്നിനനുസരിച്ചാണ്. ആ ഒരു ടീമിനെ കുറ്റപ്പെടുത്തുകയല്ല. പലപ്പോഴായിട്ടും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സൈഡ് എഫക്റ്റ് കൂടുതലായിട്ടുണ്ടാവും. പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് തടിയുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം തടി കുറയുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രയാസങ്ങൾ പലതും വരാനിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അമിതവണ്ണവും കുടവയറും നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക. ഒരു മാസം കൊണ്ട് 10 കിലോയുടെ മുകളിൽ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതിന് ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തടി കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കുറച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഹായ്, ഞാൻ നിഷിൽ. ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. ഞാനൊരു 85 വെയിറ്റ് ആണ്. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 85 കിലോ. പക്ഷെ ഞാൻ ആദ്യം ഒരു 3 മാസം മുമ്പിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് 105.7 105.7 വെയിറ്റ്. 102 കിലോമീറ്ററാണ് ഞാൻ നാട്ടിൽ വന്നത്. നാട്ടിൽ നിന്ന് ഗൾഫിൽ വന്നത്. അവിടുന്ന് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ 105 കിലോനെ 105.7 അതിൻ്റെ വെയിറ്റ്. ആ സമയത്താണ് ഞാൻ വെയിറ്റ് കുറക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഒന്നും കറക്റ്റായി നടന്നില്ല. ഒരുപാട് ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. 2 ദിവസം ഉള്ളിയമ്മ സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ടൊന്നും ചെയ്യുമ്പോൾ നടക്കുന്നില്ല. അങ്ങനെ എന്തോ ഒരു വീഡിയോ കണ്ട സമയത്ത് അതിൻ്റെ അടിയിലാണ് ഞാൻ കാലഡേരീഷൻ്റെ നമ്പർ കാണുന്നത്. അതിലേക്ക് മെസ്സേജ് അയച്ച് ഇതുപോലെ പ്രതീക്ഷ ഒന്നുമില്ല, കാരണം എന്തായാലും എന്നോട് പറ്റില്ല എന്നുള്ള ഇരക്ക് തന്നെ ആയിരുന്നു. അതായത് അങ്ങനെ പോട്ടെ, ഈ വെയിറ്റ് അയച്ചാൽ പോട്ടെ എന്നുള്ളതൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് കാലഡേരീഷൻ എന്നുള്ള ഗ്രൂപ്പിൽ ചേർന്ന് ഫസ്റ്റ് ടൈം അവർ തരുന്നൊരു മോട്ടിവേഷൻ, ആ ഒരു മോട്ടിവേഷനിൽ തന്നെ ഞാൻ ഓക്കെ പറ്റും എന്നുള്ളൊരു ഇത് നമുക്ക് വന്നു. അവർ പറഞ്ഞത് ഒരു 100% വെയിറ്റ് നമ്മൾ സഹകരിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് വെയിറ്റ് കുറക്കാൻ പറ്റുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ 100% ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഒരു 80-80% മാക്സിമം ഞാൻ വെയിറ്റ് സഹകരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഡ്യൂട്ടി ടൈമിൻ്റെ ചേഞ്ചിങ് കാര്യങ്ങൾ, എക്സസൈസ് പറ്റാത്തത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും 3 മാസം കൊണ്ട് എനിക്ക് 21 കിലോ കുറച്ച് 85 എന്നുള്ളൊരു സംഖ്യക്ക് എത്താൻ പറ്റി. ഇതുപോലെ കോൺഫിഡൻസോടുകൂടി നമ്മൾ സംസാരിക്കാൻ പറ്റി. എനിക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻസുള്ള ഭയങ്കര ഷെയിം വരുന്നു. ഞാൻ ഒരാൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ചെക്കന്മായിട്ട് നടക്കുമ്പോഴോ കൂട്ടായിട്ട് നടക്കുമ്പോഴോ അല്ല, ഒരുപാട് കൂട്ടുകാരുള്ള ഒരാളാണ്. നല്ല കൂട്ടുകാരോടുള്ള ഒരു ഫോട്ടോ അങ്ങനെ എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ശരീരം. അവർ ഫുട്ബോൾ കളിക്കുമ്പോൾ അങ്ങനെ കളിക്കാൻ പോകുമ്പോഴൊക്കെ ഒരു ജേഴ്സി ഇടുമ്പോഴോ ടീഷർട്ട് ഇടുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് അല്ല, പക്ഷേ 2 മാസം കൊണ്ട് ഇത് പെർഫെക്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളൊരിതുണ്ട്. കാരണം ഞാൻ ഒരു 5.5 ഹൈറ്റാണ് എൻ്റെ, 5.6. അപ്പോൾ അതേമാതിരി ഹൈറ്റൊന്നുമില്ല. അപ്പോൾ 85 കിലോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ഹൈറ്റുള്ളവരൊക്കെ വെച്ച് നോക്കിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഇത് ഒന്നുകൂടി കുറയ്ക്കേണ്ടതുണ്ട്. പക്ഷേ 2 മാസം കൊണ്ട് ഞാനത് കുറക്കും എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇത് ഇവർ പറഞ്ഞ പോലെ ഫോളോ അപ്പ് ചെയ്താൽ 2 മാസം കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഇവരെ കൂടെ സഹകരിച്ചാൽ നമുക്കും അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റാവുന്നതുള്ളൂ. വെയിറ്റ് കുറക്കാനും വെയിറ്റ് കൂട്ടാനൊക്കെ എല്ലാവർക്കും കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണല്ലോ. ഇത് പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചിട്ട് ആരും ഇരിക്കരുത്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ ടിപ്സുകളും നിങ്ങൾ കറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് ഫോളോ ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ നല്ല രൂപത്തിൽ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി പലപ്പോഴായിട്ട് ചില ആളുകൾക്ക് നമ്മൾ ഈ വീഡിയോയിൽ ടിപ്സ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് പല ആളുകളും കമൻറ്റ് ചെയ്യാറുണ്ട്. അതിന് റീസൺ പറയാറുള്ളത്, നിങ്ങൾ വീഡിയോയിൽ പറയുന്ന സമയത്ത് നമ്മൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. എങ്ങനെയെങ്കിലും എനിക്കും അതേപോലെ തടി കുറയ്ക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടാറുണ്ട്. പക്ഷേ ആ ഒരു കാര്യങ്ങൾ ഡെയിലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല സാറേ എന്നുള്ളതാണ് പറയാറുള്ളത്. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മളെ പിറകിൽ ഒരാൾ കൂടാനില്ല. നമുക്ക് ചിലപ്പം തടി കുറയ്ക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാവും,
പക്ഷേ നമ്മളുടെ പിറകിൽ ഒരാൾ കൂടിയിട്ട് നമ്മൾ ഭക്ഷണ രീതി ക്രമപ്പെടുത്താൻ അല്ലെങ്കിൽ എക്സസൈസ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്നും ഒരാൾ നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് പ്രയാസം വരുന്നത്. അപ്പം ഇതിനെല്ലാം നമുക്ക് ഒരാളുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. ഞാൻ ഇടയിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. കേരള ഡയറ്റീഷ്യൻ എന്നൊരു ടീമുണ്ട്. ആ ഒരു ടീമിൻ്റെ നേതൃത്വത്തിൽ വെറും 1000 രൂപക്ക് ഒരു മാസം കൊണ്ട് നിങ്ങളുടെ തടി കുറച്ച് തരുന്നതായിരിക്കും. അഥവാ നിങ്ങളുടെ തടി കുറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന 1000 രൂപ തീർച്ചയായിട്ടും മുഴുവനായിട്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് തരുന്നതായിരിക്കും. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രൂപത്തിലുള്ള ഭക്ഷണ രീതികൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ഓരോ സമയത്തും എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത് അവരുടെ അടുത്ത് കൃത്യമായിട്ടുണ്ട്. അത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് അവർ ഡെയിലി ഫോളോ അപ്പ് ചെയ്യും. ആ ഫോളോ അപ്പിലൂടെ നിങ്ങൾ കറക്റ്റ് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് അമിതവണ്ണം തീർച്ചയായിട്ടും കുറച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുടവയറ് കുറച്ചെടുക്കാൻ പറ്റും. അതേപോലെ മൂന്നാമത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പല ആളുകൾക്ക് ഷുഗർ കൂടുതലുള്ള ആളുകൾ ഉണ്ടാവും. ഷുഗർ വരെ കുറയുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു കേരള ഡയറ്റീഷ്യൻ്റെ ടീമിൽ ജോയിൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരുടെ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുടവയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂടിയിട്ടുണ്ടാവുക. വർഷങ്ങളായിട്ടുള്ള ഷുഗർ 300 ഉള്ളവരും 350, 400 ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. അവർക്ക് പെട്ടെന്ന് താഴേക്ക് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. ഈ മൈഗ്രെയിന് ഇവരുടെ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തിട്ട് മൈഗ്രെയിനും കുറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തികളുടെ ശരീരഘടനയ്ക്കനുസരിച്ചാണ്. എനിവേ അവർ ഗ്യാരണ്ടി തരും നിങ്ങളുടെ തടി കുറയും എന്നുള്ള കാര്യത്തിൽ. എനിവേ ഞാൻ നേരെ ടോപ്പിക്കിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് തടി കുറയ്ക്കുക എന്നുള്ള സംഭവം, നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് കുറയ്ക്കുന്നതിലൊന്നും പോയി പെടാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. കുഴപ്പങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സൈഡ് ഭാഗത്തുനിന്നും പല ഭാഗത്തുനിന്നും ഇഞ്ചക്ട് ചെയ്തെടുക്കുന്നതും സംഭവങ്ങളൊക്കെ ഒരു നിലക്ക് നല്ല രൂപത്തിൽ ശരീരത്തിന് ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനൊന്നും പോവാതിരിക്കുക. നമുക്ക് നമ്മളുടെ ഭക്ഷണ രീതിയാണ്. നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു അസുഖം ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ ഈ അസുഖം വരുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു മുറി പറ്റിയെന്ന് കരുതാം. ഈ ഒരു മുറി പറ്റിക്കഴിഞ്ഞാൽ ആ മുറി 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ചെറിയ മുറിയാണെന്നുണ്ടെങ്കിൽ ചെറിയ രൂപത്തിൽ ഉണക്കം വന്ന് അത് മൂടി പോവുകയാണ് ചെയ്യുന്നത്. ഇത് പുറത്തു നിന്ന് വേറെ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിലല്ല ഇത് ഉണങ്ങുന്നത്. നമ്മളെ ശരീരം തന്നെ സ്വാഭാവികമായിട്ടും അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ മുറിയെ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ ശരീരത്തിൽ തടി അല്പം അധികമായാൽ ഈ തടിയെ കുറയ്ക്കുന്നത് നമ്മളുടെ ശരീരം തന്നെയാണ്. അല്ലാതെ നമ്മൾ പുറത്തു നിന്ന് എന്തെങ്കിലും മെഡിസിൻ കഴിച്ചിട്ടോ ഒന്നും അല്ല കുറയ്ക്കേണ്ടത്. മെഡിസിൻ ഒന്നും കഴിക്കാതെ നമ്മളുടെ ഭക്ഷണ രീതി ക്രമപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ തടി കുറയ്ക്കേണ്ടത്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ഭക്ഷണ രീതി നമ്മൾ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിൽ കാലാകാലവും ഭക്ഷണ രീതി മാനേജ് ചെയ്ത് പോവേണ്ടി വരുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. നമ്മളുടെ തടി കുറച്ചിങ്ങനെ ആ ഒരു സ്റ്റേബിൾ ലെവലിൽ എത്തുന്നത് വരെ അതുവരെ നമ്മൾ ഇതൊന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരവും അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ശരീരം നോർമലായിട്ട് നല്ല രൂപത്തിൽ തടി കുറയുകയും തടി ഉള്ളതിൽ നിന്ന് മാനേജബിൾ ആയിട്ട് പോവുകയും ചെയ്യും. അൽഫാം കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടാവും, ഷവായ കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടാവും, മന്തി കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടാവും. ഇതൊന്നും കഴിക്കണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ചിക്കന്, ബീഫൊക്കെ നന്നായിട്ട് കഴിക്കണം. കഴിക്കേണ്ടതിന് രൂപങ്ങളുണ്ടോ എന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഈ കരിച്ചതും പൊരിച്ചതും കൂടുതൽ കഴിക്കുന്നതിന് പകരം വേവിച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്തായാലും പ്രധാനപ്പെട്ട ടിപ്സിലേക്ക് നമുക്ക് കിടക്കാം. പല വീഡിയോസിലും പല ടിപ്സുകളും പറഞ്ഞപ്പോൾ പല ആളുകൾക്കും നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കമൻറ്റുകളിൽ കാണാൻ പറ്റിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ടിപ്സുകൾ കൂടെ നമുക്ക് പറയാം. അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്സുകൾ ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ട് നിങ്ങൾക്ക് ചിലപ്പം എക്സസൈസ് ചെയ്യാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടായേക്കാം. ഞാൻ പറയുന്നത് എക്സസൈസ് മസ്റ്റ് ആണെന്ന് പറയുന്നില്ല. എക്സസൈസുകൾ നമുക്ക് നല്ലതാണ്, പക്ഷെ നിർബന്ധമില്ല. നിങ്ങൾ തടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കേരള ഡയറ്റീഷ്യൻ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ അവരുടെ അടുത്തൊക്കെ ആണെങ്കിൽ അവർ എക്സസൈസ് പറയുന്നുണ്ട്, പക്ഷെ നിർബന്ധമില്ല. നമുക്ക് അവരുടെ ഡയറ്റ് പ്ലാൻ തന്നെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് 10ന്റെ മുകളിൽ കിലോ കുറയും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അതിലൊരു ഡൗട്ടും ഇല്ല. ആ രൂപത്തിൽ കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. എനിവേ നമുക്ക് എക്സസൈസുകൾ അവരുടെ അടുത്തും ചെയ്യണം നിർബന്ധമില്ല. കറക്റ്റ് ഡയറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടും. ഡയറ്റ് നമ്മൾ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അവരുടെ ടീം എന്ത് ചെയ്യും, കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഒരു ടിപ്പായിട്ട് നമുക്ക് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. എന്നും രാത്രി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 സ്പൂണ് കാപ്പിപ്പൊടി നമ്മൾ ഇടുക.
അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് അതിന് ശേഷം തേൻ ഒഴിക്കുക. ഒരു സ്പൂണ് തേൻ ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് ഇളക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് നല്ല രൂപത്തിൽ മാറ്റി വെച്ച് രാവിലെ അത് എടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് അത് വെറും വയറ്റിലായിട്ട് രാവിലെ തന്നെ കുടിക്കുക. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞുതരാം. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 സ്പൂണ് കാപ്പിപ്പൊടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 1 സ്പൂണ് തേൻ എടുത്തിട്ട് മിക്സ് ചെയ്യുക. രാത്രിയിൽ മാറ്റി വെക്കുന്നത് രാവിലെ എടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് കുടിക്കുക. വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. എന്തായാലും തടി കുറയുന്നത് സ്വാഭാവികമായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഷുഗർ ഐറ്റംസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഷുഗർ ഐറ്റംസ് കുറയ്ക്കുക എന്ന് പറയുന്ന സമയത്ത് ചായയിൽ പഞ്ചസാര ഇടാതെ കുടിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഷുഗർ ഐറ്റംസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ശരീരത്തിലേക്ക് ഷുഗർ വരുന്നത് റൈസ് ഐറ്റംസിൽ നിന്നാണ്, അതായത് അരി ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ അരി ഭക്ഷണങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ഇത് എല്ലാവർക്കും പോസിബിൾ ആവുന്നില്ലെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പോസിബിൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ റിസൾട്ടുകളാണ്. ചെറിയ റിസൾട്ടുകളൊന്നല്ല, വലിയ റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അരിഭക്ഷണം നമുക്ക് കുറച്ചെടുക്കുക. അരിഭക്ഷണം കുറയ്ക്കുന്ന നേരം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ അരിഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ തടി നിലനിന്ന് പോവോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവും. അതിലൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഗ്യാരണ്ടിയാണ്, തടി നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. കാരണം നമ്മളുടെ അരിഭക്ഷണം മാത്രമല്ല നമ്മളെ ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങൾ. ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമ്മളുടെ ഡോക്ടറുമായിട്ട് വേണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് തരാം. അരിഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൽ കിട്ടുന്ന ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപയോഗിക്കുകയും ചെയ്യും. അതിൽ അത് ഒഴിവാക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ഒഴിവാക്കിയാൽ കിട്ടുന്ന ഗുണങ്ങൾ അറിഞ്ഞിട്ട് പലപ്പോഴും ഇത് ഒന്ന് മാറ്റി നിർത്താറുണ്ട്. കാലാകാലത്തേക്കല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇത് കുറഞ്ഞൊരു സമയത്തേക്ക് മാത്രമാണ് പറയുന്നത്. എനിവേ, അരിഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഈ അരിഭക്ഷണങ്ങൾ കുറയ്ക്കുന്ന സമയത്ത് നിങ്ങളടുത്ത് അടുത്തൊന്ന് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ എണ്ണക്കടികൾ, ബേക്കറി ഐറ്റംസ് കൂടെ ഒന്ന് കുറയ്ക്കാൽ അതും നല്ലതായിരിക്കും. മൂന്നാമത് നിങ്ങളടുത്ത് പറയാനുള്ളത് വെള്ളം കുടിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. വെള്ളം നന്നായിട്ട് അധികരിച്ച് കുടിക്കണം എന്നുള്ളതാണ്. വെള്ളം കൂടുതൽ കുടിക്കുന്നതിനനുസരിച്ച് നമുക്ക് വണ്ണം കുറച്ചടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 20 കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ എന്ന രൂപത്തിൽ, അപ്പോൾ 40 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 2 ലിറ്റർ, 60 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 3 ലിറ്റർ എന്നുള്ളത്. ഇതൊക്കെ ഓരോ ദിവസവും കുടിക്കണം എന്നുള്ളതാണ്. 3 ലിറ്റർ കുടിക്കേണ്ട ഒരാളാണെങ്കിൽ അത് രാവിലെ തന്നെ മുഴുവനും 3 ലിറ്റർ ഒരുമിച്ച് കുടിക്കുക എന്നുള്ളതല്ല. ഒരുമിച്ച് കുടിക്കുന്നതുകൊണ്ട് ചിലപ്പം അതിൻ്റെ അപ്പുറത്ത് വേറെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഒരുമിച്ച് 3 ലിറ്റർ കുടിക്കുന്നതിന് പകരം 3 ലിറ്റർ രാവിലെ തന്നെ എടുത്ത് വെച്ചിട്ട് രാവിലെ അല്പം കുടിക്കുന്നത്, ഇനി കുറച്ച് കഴിഞ്ഞാൽ ദാഹിക്കുന്ന നേരം അടുത്തത് വീണ്ടും കുടിക്കുന്നത്, വൈകിട്ട് കുടിക്കുക, ഉച്ചക്ക് കുടിക്കുക, വൈകിട്ട് കുടിക്കുക, രാത്രി കുടിക്കുക, അങ്ങനെ ഓരോ സമയത്തായിട്ട് നമ്മൾ ഒരു ദിവസം 3 ലിറ്റർ കുടിക്കുക എന്ന രൂപത്തിൽ. ഇത് 3 എന്ന് പറയുന്നത് 60 കിലോ ആണെങ്കിൽ 3 ലിറ്റർ, നമ്മളുടെ കിലോയ്ക്ക് അനുസരിച്ചാണ് വെയിറ്റിൻ്റെ വെള്ളം നമ്മൾ കുടിക്കേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക. വെള്ളം കൂടി നന്നായിട്ട് ശ്രദ്ധയോടെ കുടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നാലാമത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇസബ്ഗോൾ എന്നുള്ള ഒരു പൗഡർ നിങ്ങൾക്ക് എവിടെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇസബ്ഗോൾ ചോദിച്ചാൽ മതി. ഇസബ്ഗോൾ, ISABGOL, ഇസബ്ഗോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡറാണ്. ആ ഒരു പൗഡർ നിങ്ങൾ വാങ്ങിയിട്ട് വെള്ളത്തിൽ അലിയിച്ചിട്ട് കുടിച്ചാൽ മതി. അതും കുടിക്കുന്നത് തടി കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. മുമ്പത്തെ വീഡിയോയിൽ ഇസബ്ഗോൾ കുടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് ആണ് നാലാമതായിട്ട് നിങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കാനുള്ളത്. അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡ്രിങ്ക് കൂടെ പരിചയപ്പെടുത്താം. ഇതെല്ലാം കൂടെ ചെയ്യണം നിർബന്ധമില്ല, ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്താൽ മതി. അഞ്ചാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഡെയിലി രാവിലെ ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് 1 സ്പൂൺ ചായപ്പൊടി നന്നായിട്ട് ഇട്ടിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പഞ്ചസാര ഇതിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. കറക്റ്റ് 1 ഗ്ലാസ് വെള്ളം എടുക്കുന്നത്, നന്നായിട്ട് തിളപ്പിക്കുന്നത്, അതിലേക്ക് 1 ടീസ്പൂണ് ചായപ്പൊടി ഇടുന്നത്, ആ ടീസ്പൂൺ ചായപ്പൊടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 മുഴുവൻ ചെറുനാരങ്ങ, ലെമണിൻ്റെ 1 പീസ് മുഴുവനായിട്ട് എടുത്തിട്ട് മുഴുവൻ പിഴിഞ്ഞിടുക. അതിൻ്റെ ശേഷം അത് മിക്സ് ചെയ്ത് അതിന് ശേഷം 1 ടീസ്പൂണ് തേനും കൂടെ ഇതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചൂടാറിയതിൻ്റെ ശേഷം അത് കുടിക്കുക. വെറും വയറ്റിലായിരിക്കണം ഇത് കുടിക്കേണ്ടത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് എഴുതി വെച്ചോളി, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളി.
നിങ്ങൾക്ക് കുറയുന്നത് കാണാൻ പറ്റും. ഗ്യാരണ്ടിയാണ്. ഇത് പലപ്പോഴും പല ആളുകൾക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ്. അപ്പം ഇതും നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഞാനിപ്പോൾ കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ടിപ്സുകളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. നേരത്തെ പറഞ്ഞ ടീമിനെ മറക്കണ്ട, കേരള ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ ടീമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഇത് അടിപൊളിയാണ്, ഞാൻ നാളെ തന്നെ തടി കുറയ്ക്കാൻ ഇറങ്ങുകയാണ് എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ടാവും. പക്ഷേ രാവിലെ ആകുമ്പോൾ ആ മോട്ടിവേഷൻ പോവും, കിടന്നുറങ്ങും എന്ന അവസ്ഥ ഉണ്ടാവും. ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത് കേരള ഡയറ്റീഷ്യന് വെറും 1000 രൂപ കൊടുത്താൽ മതി. രാവിലെ എന്ത് കഴിച്ചു, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു, രാത്രി എന്ത് കഴിച്ചു കറക്റ്റ് ചോദിക്കാൻ ഒരാളുണ്ടാവും. കഴിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരാളുണ്ടാവും. ഇതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിൽ ജോയിൻ ചെയ്യാൻ വെറും 1000 രൂപയുള്ളൂ. തടി കുറഞ്ഞിട്ടില്ലെങ്കിൽ 1 മാസം കൊണ്ട് അവർ മുഴുവൻ കൊണ്ടും റീഫണ്ട് തരും. ഇതിൻ്റെ അർത്ഥം അവർക്ക് കോൺഫിഡൻസ് ഇല്ല എന്നല്ല, കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് 1000 രൂപ അവർ റീഫണ്ട് തരുന്നത്, ഉറപ്പ് തരുന്നത്. ഇതുവരെ ഒരാൾക്കും അവർ റീഫണ്ട് കൊടുക്കേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അമിതവണ്ണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്